മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അതിന്റെ ക്ഷീണം നിങ്ങൾക്കല്ല, നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനല്ല, അതിന്റെ ക്ഷീണം ലീഗിനാണ് എന്ന PMA സലാമിന്റെ ഒരു വാചകൻ. അതാണ് ലീഗിന്റെ തെരഞ്ഞെടുപ്പിലെ ഇതിനെപ്പറ്റി പറയേണ്ടത്. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വിട്ടു നിൽക്കുകയാണെന്ന് വിചാരിച്ചു, അപ്പൊ അവരോട് പോയിട്ട് വിട്ടു നിൽക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരല്ലെന്നല്ലേ പറയുള്ളൂ, ഇപ്പുറത്ത് നിൽക്കുന്നവരല്ലേ പറയേണ്ടത്. ഞാൻ പറയാം, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേക്കാൾ, മാർക്ക് മൈ സ്റ്റേറ്റ്മെന്റ്, കോൺഗ്രസിനേക്കാൾ ഇവിടെ ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യുന്നത് ലീഗാണ്. കാരണം നിലമ്പൂരിൽ പ്രചരണം വലിയ തോതിൽ മുന്നോട്ട് പോവുകയാണ്. എന്നോടൊപ്പം ഉള്ളത് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും അതോടൊപ്പം തന്നെ KPCCയുടെയും നേതാക്കളാണ്. ഷാഫി പറമ്പിൽ, PK ഫിറോസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ, ഇപ്പോ ഏറ്റവും അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറി വന്നതാണ്. ഇപ്പോ ഇവിടെ വരുമ്പോ അന്ന് സ്ഥാനാർത്ഥിയാണ്, ഇവിടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്നു. അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ? അവിടെ ത്രികോണ മത്സരമായിരുന്നു, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഡയറക്റ്റ് ഫൈറ്റ് ആണ്. ജനവിരുദ്ധ സർക്കാരും ജനകീയ മുന്നണിയും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്നതുകൊണ്ട് ജനങ്ങളെ ജയിപ്പിക്കും. ജനവിരുദ്ധരായിട്ടുള്ള ഒരാളും നാട്ടിൽ ജയിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഏകപക്ഷീയമായ വിജയം, ഇവിടെ മത്സരമില്ല, ഏകപക്ഷീയമായ വിജയം UDF-നുണ്ടാകും, ആര്യൻ ഷൗക്കത്തിനുണ്ടാകും. ഇപ്പൊ യൂത്ത് ലീഗും സജീവമായി ഉണ്ട്, പക്ഷെ ലീഗിന് എന്തൊക്കെയോ അതൃപ്തിയുണ്ട്, മറ്റേ തങ്ങൾ കുടുംബത്തിന് അതൃപ്തിയുണ്ട് എന്ന തരത്തിലൊക്കെ ഒരു ഇൻസൈഡ് മീറ്റിംഗിലെ വാക്ക് പുറത്തു പറയാൻ പാടില്ലെന്നാണ്. ഞാൻ ആ മുന്നണിയുടെ ആ ക്ലോസിംഗ് ഡിസ്കഷനിൽ ഒരു വാചകം ഞാൻ പുറത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കോർ ലീഡർഷിപ്പ് മീറ്റിംഗിൽ PMA സലാം പറഞ്ഞൊരു വാചകമുണ്ട്, പറയാലോ അല്ലേ? എറണാകുളത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അത് UDF ജയിച്ചു. കോട്ടയത്തൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അത് UDF ജയിച്ചു. പാലക്കാട് ജില്ലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അത് UDF ജയിച്ചു. മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അതിന്റെ ക്ഷീണം നിങ്ങൾക്കല്ല, നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനല്ല, അതിന്റെ ക്ഷീണം ലീഗിനാണ് എന്ന PMA സലാമിന്റെ ഒരു വാചകൻ. അതാണ് ലീഗിന്റെ തെരഞ്ഞെടുപ്പിലെ ഇതിനെപ്പറ്റി പറയേണ്ടത്. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വിട്ടു നിൽക്കുകയാണെന്ന് വിചാരിച്ചു, അപ്പൊ അവരോട് പോയിട്ട് വിട്ടു നിൽക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരല്ലെന്നല്ലേ പറയുള്ളൂ, ഇപ്പുറത്ത് നിൽക്കുന്നവരല്ലേ പറയേണ്ടത്. ഞാൻ പറയാം, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേക്കാൾ, മാർക്ക് മൈ സ്റ്റേറ്റ്മെന്റ്, കോൺഗ്രസിനേക്കാൾ ഇവിടെ ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യുന്നത് ലീഗാണ്. കാരണം മലപ്പുറം ജില്ലയിൽ UDF-ന്റെ വിജയം, അത് ലീഗാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പിലും. ആ ഉത്തരവാദിത്വം ഇവിടെ ചെയ്യുന്നുണ്ട്.